ഞാനുണ്ട് കണ്ണെഴുതാന്. ഹായ് ഹലോ, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ വെച്ചിട്ടുണ്ട് 56 നൂലുകെട്ട ചടങ്ങുണ്ടല്ലോ. അപ്പോൾ 28-നല്ലേ നൂലുകെട്ടൽ ചടങ്ങെന്ന് ചോദിക്കും. 28-നാണ് നമ്മളൊരു പറയട്ടെ ആയിക്കോട്ടെ എന്ന് വെച്ചാൽ 56 വെച്ചെന്ന് വെച്ചു. അത് എല്ലാവരും അങ്ങനെ 28 വെക്കണമെന്നില്ല, ചിലർക്ക് 56 വയ്ക്കും. അപ്പോൾ 56 ഇന്നാണ്. പക്ഷേ വീഡിയോ എഡിറ്റ് ചെയ്ത് കഴിയുമ്പോഴേക്കും ഒരു 66 ആയിട്ടുണ്ടാവും മിക്കവാറും. എൻ്റെ കയ്യിലല്ലേ വീഡിയോ ഉള്ളേ, കുറച്ച് ടൈം എടുക്കും. അപ്പോൾ ഞങ്ങൾ ട്രാവലറിലാണ് പലശനിക്ക് പോകാനുള്ള ഒരു സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ട്രാവലറാണെങ്കിൽ നമുക്കൊന്ന് എൻജോയ് ചെയ്ത് പോവാലോ, ആ ഒരു മൈൻഡിലാണ്. അപ്പോൾ നല്ല പോലെ തന്നെ അടിച്ച് പൊളിച്ച് ഞങ്ങളെല്ലാവരും പല്ലശ്ശേരി എത്തിയിട്ടുണ്ട്. പല്ലശ്ശേരിക്കിനി പോയിട്ട് അവിടെ വീട്ടിൽ വെച്ചിട്ടാണ് ചടങ്ങുള്ളത്. അപ്പോൾ ഏട്ടത്തിൻ്റെ വീട്ടിലേക്കുള്ള പോയിക്കൊണ്ടിരിക്കുന്ന യാത്രയാണ് നിങ്ങൾ കാണുന്നത്. അപ്പോൾ നേരെ വീടെത്തിയിട്ട് വീട്ടിൽ വെച്ചിട്ട് നമുക്ക് നൂലൊക്കെ കെട്ടാം. ഇന്നത്തെ വീഡിയോയിലെ അടുത്തൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാതെ കിട്ടിയൊരു പൊസിഷനിലാണ് ഞാനിവിടെ നിൽക്കുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഫസ്റ്റ് ഇടുന്നത് തളാന്ന് പറയും, നമ്മൾ തളാന്ന് പറയും. പക്ഷെ നിങ്ങൾക്ക് ബാക്കിയുള്ളവർ എന്താ നാട്ടിലത് പറയുന്നത് എനിക്കറിയില്ല. ഞങ്ങളിവിടെ തളാന്ന് പറയും. അപ്പോൾ ഞാൻ മുമ്പത്തെ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു 2 ടൈപ്പിൽ കടയിൽ നിന്ന് വാങ്ങിയത്. അപ്പോൾ ആ 2 എണ്ണവും ഒന്നിച്ച് കാലിലിടും എന്നാണ് ഞാൻ ഓരോന്നേരം ഇടുന്നു വിചാരിച്ചു, പക്ഷെ 2 ഇടും. അപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞില്ലേ എനിക്കൊരു ഹാപ്പി മൊമെൻറ്റ്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഏട്ടൻ്റെ വൈഫിൻ്റെ നമ്മൾ ഈ താലി കെട്ടുന്ന പരിപാടി ഉണ്ടല്ലോ, അത് പെങ്ങളുടെ കടമയാണ്. പെങ്ങളാണ് ബാക്കി കെട്ടുക. 2 കെട്ട് കഴിഞ്ഞാൽ ബാക്കി പെങ്ങളെ കിട്ടുക. പക്ഷേ ഇവിടെ ചടങ്ങ് ടോട്ടലി ഡിഫറെൻ്റ് ആണ്. ഇവിടെ വന്നിട്ട് ആങ്ങളെ കിട്ടുക. അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. ആ ഒരു വിഷമം ഞാൻ ഇവന് നൂല് കെട്ടി തീർത്തിട്ടുണ്ട്. കാരണം പെങ്ങളാട് നൂല് കെട്ടുക എന്നുള്ളത് കൊണ്ട് കുഴപ്പമില്ല, ഞാൻ രക്ഷപ്പെട്ട്. അങ്ങനെ ഞാൻ ആ താലി കെട്ടേണ്ട ആ ഒരു കെട്ട് ഞാൻ ഇവൻ്റെ അഴയെ കെട്ടി തീർത്തിട്ടുണ്ട്. പക്ഷേ സത്യം പറഞ്ഞാൽ ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല എന്നെ വിളിക്കുന്നു. ഞാനാ ചെയ്യേണ്ടത് എനിക്കറിയില്ലായിരുന്നു, എന്നോടാരും പറഞ്ഞില്ല. പക്ഷേ അറിഞ്ഞാണെങ്കിൽ കുറച്ചുകൂടെ പ്രാക്ടീസ് ചെയ്തിട്ട് വരായിരുന്നു. പിന്നെ കൊച്ചിന് കണ്ണെഴുതണമല്ലോ, കണ്ണും പേരൊക്കെ എഴുതണം എന്നുള്ളതാണല്ലോ. എനിക്ക് ഒന്നാമത്തെ ഈ കെമിക്കൽ എഴുതുക എന്നുള്ളത് ഇഷ്ടമില്ലാത്ത പരിപാടിയാണ്. പിന്നെ നമ്മൾ ആ ഒരു ദിവസമല്ലേ എന്ന് വെച്ചിട്ട് മാക്സിമം നമ്മൾ ട്രൈ ചെയ്തു. അപ്പം ഞാൻ ഒന്ന് ലൈറ്റായിട്ട് എഴുതി, ഒരുപാടൊന്നും കൊളാക്കിയില്ല. നമ്മുടെ വളവക്കാപ്പിൻ്റെ ആ ഒരു വീഡിയോ പോലെ അത്രയ്ക്ക് കൺഫ്യൂഷനൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം ഞാൻ ഓൾറെഡി സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എൻ്റെ അടുത്ത് പറയാനുള്ളവർ എൻ്റെ അടുത്ത് നിന്ന് എനിക്ക് പറഞ്ഞുതരാം, വ്യക്തമായിട്ട് എനിക്ക് പറഞ്ഞുതരാം. അല്ലാതെ ഞാൻ മുമ്പത്തെ പോലെ കൊള്ളാക്കാൻ ഞാൻ ഒട്ടും ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ എൻ്റെ അടുത്ത് സഹകരിച്ച് നിൽക്കുക എന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞതുകൊണ്ട് തന്നെ വ്യക്തമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു തരികയും ബാക്കിയുള്ള വാക്കുകളൊന്നും ഞാൻ മൈൻഡ് ചെയ്യാതെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയി ചെയ്തു. പ്രത്യേകിച്ച് ഈ പൗഡറൊന്നും കൊച്ചിനിട്ട് കൊടുക്കാൻ എനിക്ക് ഒട്ടും ഇൻട്രസ്റ്റ് ഇല്ല. പക്ഷേ ചടങ്ങല്ലേ, ഒരു ദിവസമല്ലേ എന്ന് പറഞ്ഞ് ചെയ്തതാണ്. പക്ഷേ എല്ലാവരുടെയും അങ്ങനെയൊക്കെ തന്നെയാണെന്നാണ് തോന്നുന്നത്. അപ്പോൾ ഇതിലിപ്പോൾ അങ്ങനെ എന്താ മാറ്റം വരാല്ലേ. അടുത്തതായി ഞങ്ങൾ ചെക്കൻ വീട്ടുകാരുടെ വക കലാപരിപാടികൾ ആരംഭിക്കുകയാണ്. ഞങ്ങൾ അവനെ നോക്കി ലാസ്റ്റ് ചെയിനാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു ചെയിനിടൽ പരിപാടിയും കൂടെ ഉണ്ട്. പിന്നെ ഈ ഒരു കുർത്തി ഉണ്ടല്ലോ, ഇത് ഞാൻ സ്റ്റിച്ച് ചെയ്തതാണ്. സത്യം പറഞ്ഞാൽ ഒരുപാട് ഞാൻ എന്നെക്കൊണ്ട് ഇങ്ങനെ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചില്ല. പക്ഷേ സ്റ്റിച്ച് ചെയ്തപ്പോൾ എനിക്ക് ഒത്തിരി ഇഷ്ടമായി. പിന്നെ അവനെ ഞാൻ തലേദിവസം പോയി ഇട്ടൊക്കെയായിരുന്നു. അപ്പോൾ അവന് ഈ കൈയൊക്കെ ഒന്ന് ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഇടാനൊരു മടി. അപ്പോൾ ഞാനെന്ന് വെച്ചിട്ട് വെറുതെ കുട്ടീനെ കരയിക്കേണ്ടല്ലോ എന്ന് വെച്ചിട്ട് ഒരു സൈഡ് കംപ്ലീറ്റ് അഴിച്ചിട്ട് നമ്മുടെ ഈ പ്രസ് ബട്ടൺ ഉണ്ടല്ലോ, അതായിരുന്നു എനിക്ക് രാത്രിത്തെ മെയിൻ പരിപാടി. ആ പ്രസ് ബട്ടൺ സൈഡ് കംപ്ലീറ്റ് പിടിപ്പിച്ചിട്ട്, അപ്പോൾ അവൻ ഒരു സൈഡ് മാത്രം ബഹളം ഉണ്ടാക്കിയാൽ മതി. മറ്റേ സൈഡിലേക്ക് ഇങ്ങനെ അമർത്തി വിട്ട് കഴിഞ്ഞാൽ അവനും ഒരു കംഫർട്ടബിൾ ആയിരിക്കും, അഴിക്കാനൊക്കെ ഭയങ്കര എളുപ്പമായിരിക്കുമല്ലോ. അങ്ങനെ വെച്ചിട്ട്, കാരണം ഞങ്ങൾ ഇട്ട് നോക്കുന്ന സമയത്ത് ഇടുമ്പോൾ പെട്ടെന്ന് ഇട്ട് അഴിക്കാൻ ഭയങ്കര പാടായിരുന്നു. ഒട്ടിക്കോ കട്ടിക്കോ എന്നല്ലേ. അപ്പോൾ ഈ കൊച്ചുകുട്ടീനെ കൊണ്ട് എന്തിനാ ഇങ്ങനത്തെ കോപ്രായെന്നൊക്കെ തോന്നുന്നുണ്ടാവും. പക്ഷേ അതൊരു രസമല്ലേ കൊച്ചുകുട്ടികൾക്ക് ഇങ്ങനെയൊക്കെ ചെയ്ത് കാണാൻ. അപ്പോൾ അത് നമ്മൾ ഒട്ടും കുറവ് വരുത്തണ്ടെന്ന് വെച്ചു. അങ്ങനെ അതിലൊരു ഇതൊന്നും വ്യത്യാസം വെച്ചിട്ടില്ല. പിന്നെ നമ്മൾ ഈ കൈ കഴുകിയിട്ട് ഈ തേനും വയമ്പും എന്നാണ് എൻ്റെ ഒരു ഓർമ്മ പേര്, അതിങ്ങനെ ചാലിച്ചിട്ട് വയൽ വെച്ച് കൊടുക്കണം എന്നാണ്. തേന് കൊടുക്കാൻ പാടില്ല എന്ന് പറയും, ശരിയാണ്. പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും, ചടങ്ങല്ലേ. നമ്മൾ കുറച്ച് തേന് മിക്സ് ചെയ്തിട്ടുള്ളൂ, ബാക്കി മറ്റേ വയമ്പ. പിന്നെ പൂ ഇട്ടിട്ട് എണിക്കുക. നെക്സ്റ്റ് ഇനി അടുത്തത് ചെയ്യാനുള്ളത് കൊച്ചിൻ്റെ അച്ഛനാണ്.
അപ്പോൾ അച്ഛൻ ചെയ്യുന്നതിന് മുന്നേ ഫസ്റ്റ് പേര് വിളിക്കണം എന്ന്. അപ്പോൾ ഞങ്ങൾ ആരോടും പറയാതെ ഏട്ടൻ കുഞ്ഞതായിട്ട് പേര് ചെവിയിൽ അവൻ കേൾക്കാൻ മാത്രം വിളിച്ചു. കാരണം നമ്മൾ നെയിം റിവീൽ ചെയ്യാൻ വേണ്ടിയിട്ട് വേറെ പുറത്ത് സെറ്റ് ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ ഈ പൂവിടുന്ന പരിപാടി ഉണ്ടല്ലോ, നമ്മൾ അരിയും പൂവിടാന്നാ പറയാം അതിനെ. പക്ഷേ ഇതിലൊരു ട്വിസ്റ്റ് ഉണ്ട്. അരിയും പൂവിടാന്ന് പറയുള്ളൂ, പക്ഷേ പൂ മാത്രം ഇടാൻ പാടുള്ളൂ. അരി ഇട്ട് കഴിഞ്ഞാൽ പ്രശ്നമാണ്. നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്നത് പോലെ 1-2 പേരല്ല അവന് പൂടുന്നത്. ഒരു 10-30 ആൾക്കാർ, അവിടെയുള്ള ജനങ്ങളെല്ലാവരും അവൻ്റെ തലയിൽ പൂടുന്നുണ്ട്. പോയിട്ട് ചെക്കൻ നല്ല ഉറക്കായി. അതുകൊണ്ട് പിന്നെ ബഹളമൊന്നും ഉണ്ടായിരുന്നില്ല. നല്ല കുട്ടിയായിട്ട് സുഖമായി കിടന്നുറങ്ങിയതുകൊണ്ട് ആർക്കൊരു ശല്യം ഉണ്ടായിരുന്നില്ല. ഇപ്പം നമ്മളിവിടെ നൂലുകെട്ടിനുള്ള എല്ലാ പരിപാടിയും ഇങ്ങനെ റെഡിയാക്കിയിട്ടിരിക്കുകയായിരുന്നു ആ ഒരു ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. കുറേ ദിവസം കഷ്ടപ്പെട്ട് ഓരോന്ന് കണക്ട് ചെയ്ത് ഫൈനലൈസ് ചെയ്തിട്ടുള്ള നെയിമാണ് റിദ്ധീഷ് ലിയാൻ. അതിൻ്റെ മീനിങ് എന്താണെന്ന് ഞാൻ, മീനിങ് അല്ല എന്നാലും അത് ഇടാനുള്ള റീസണും കാര്യങ്ങളൊക്കെ ഞാനൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ പരിപാടിയുടെ ഇടയിൽ കൂടെ ഞാൻ യൂട്യൂബർ ആണെന്നൊരു 4 ആൾ അറിയുന്നത് ഇവൻ കാരണമാണ്. പിന്നെ ഞങ്ങൾ തിരിച്ചു പോകുന്ന സമയത്ത് ഏത് പാട്ട് വയ്ക്കാന്നുള്ളൊരു ഡിസ്കഷൻ കൂടെ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ആലോചിച്ചേ, ഈ ഇവരുടെ 3 പേരുടെ ഫോട്ടോസൊന്നും കിട്ടിയില്ലല്ലോ എന്ന് വെച്ചിട്ട് കുറച്ച് ഫോട്ടോസും കൂടെ എടുത്തിട്ടുണ്ട്. എല്ലാവരും വെയിറ്റിംഗ് ആയിരുന്നു പാട്ട് വയ്ക്കാൻ വേണ്ടിയിട്ട്. ഡാൻസ് കളിക്കണ്ടേ? കമ്മലൊക്കെ പോയി. വ്ലോഗ് എൻഡഡ്. അതെ, ക്ഷീണിച്ചിരിക്കുകയാണ്. ഇന്നത്തെ പരിപാടി ഇവിടെ അവസാനിച്ചിരിക്കുന്നു. തക്കുടു ഞാനുണ്ട് കണ്ണെയ്താന്. പറ, ഞാനുണ്ട് കണ്ണെയ്താന്. പറ, ഞാൻ ബസ്സിന്ന് വീണു ഗൈസ്. ചേച്ചി എന്നെ തള്ളിയിട്ടു ഗൈസ്. സ്വന്തം ചേച്ചി എല്ലാരും കൂടെ എന്നെ വീഴ്ത്തിയിട്ടു ഗൈസ്. ഞാൻ വീണു ഗൈസ്. റോട്ടിലല്ല, ബസ്സില് വീണു. ഇവിടെ എത്താൻ വേണ്ടിയിട്ട് മഴ വെയിറ്റ് ചെയ്ത പോലെ ഞങ്ങൾ വന്നത് മഴ പെയ്തിട്ടുണ്ട്.